മകൻ അഗസ്റ്റിൻ, അവൻ നശിച്ചു പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കില്ല. നിന്റെ കണ്ണുനീരിന്റെ വിലയായ മകൻ അഗസ്റ്റിൻ, അവൻ നശിച്ചു പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുകയില്ല. അതുകൊണ്ട് കണ്ണുനീരോടെയുള്ള നിന്റെ പ്രാർത്ഥന നീ തുടരണം. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് ശേഷം പാപം നിറഞ്ഞിരുന്ന, അധപ്പതിച്ചു പോയ, അധാർമിക ജീവിതം നയിച്ചിരുന്ന അഗസ്റ്റിൻ എന്ന് പറയുന്ന യുവാവ്, അവൻ മാനസാന്തരപ്പെട്ടു. അവൻ യേശുവിനെ സ്വീകരിച്ചു. ഇന്ന് നമ്മൾ കത്തോലിക്ക സഭയുടെ നെടുന്തൂണുകളിൽ ഒരാളായി വണങ്ങി ബഹുമാനിക്കുന്ന വിശുദ്ധ അഗസ്റ്റിന്റെ പിന്നിൽ കണ്ണുനീരോടെയുള്ള ഒരമ്മയുടെ പ്രാർത്ഥനയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ട് കൈകളും ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 56:8 നമ്മളിങ്ങനെ വായിക്കും, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കയ്യിൽ മാത്രമല്ല കുപ്പിയുള്ളത്, സ്വർഗത്തിലെ ദൈവത്തിന്റെ പക്കൽ പോലും ഒരു കുപ്പിയുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെന്തിനു വേണ്ടിയുള്ളതാണെന്നറിയാമോ? നമ്മുടെ കണ്ണീർ കണങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ ഒരു കുപ്പി സൂക്ഷിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ അടിച്ച് കർത്താവിനും നന്ദി പറഞ്ഞേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വലിയൊരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ വേണ്ടി സാധിക്കണം. വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായം 17-ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയിക്കുകയും ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന നമ്മുടെ ദൈവം, അവൻ നമ്മുടെ കണ്ണുനീർ തുടച്ചു മാറ്റുന്ന ശക്തനായ ദൈവമാണ്. ജീവിതത്തിൽ നമ്മൾ ഒരു തരത്തിലും തകർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല. നമ്മുടെ കൂടെ കർത്താവുണ്ടെന്നുള്ള വലിയൊരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ വേണ്ടി സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂടെ നടന്ന് അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവാണ്. മനുഷ്യൻ എപ്പോഴൊക്കെ സങ്കടപ്പെടുന്നു, അപ്പോഴൊക്കെ ദൈവം ആ കരച്ചിൽ കേട്ട് സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വരും. വിശുദ്ധ ബൈബിളിൽ അനേകം സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പുറപ്പാട് പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 7, 8, 9 വചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, ഇസ്രായേൽ മക്കൾ ഫറവോയുടെ അടിമകളായി കഴിയുകയാണ്. ഫറവോയുടെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ദൈവജനം അവർ വല്ലാതെ സങ്കടപ്പെടാൻ വേണ്ടി തുടങ്ങി. അവരുടെ നിലവിളി ദൈവത്തിന്റെ പക്കലേക്ക് ഉയർന്നു. അപ്പോൾ ദൈവമായ കർത്താവ് വിക്കനായിരുന്ന മോശയെ വിളിച്ചു. എന്നിട്ട് മോശയോട് കർത്താവ് പറഞ്ഞു, എൻ്റെ ജനത്തിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റാൻ വേണ്ടി മിദിയാനിലെ മരുഭൂമിയിൽ നിന്ന് നീ ഈജിപ്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനത്തിന്റെ കണ്ണുനീർ, അവരുടെ രോദനം, അവരുടെ നിലവിളി സ്വർഗത്തിലെ ദൈവത്തിന്റെ ചെവി തുളച്ചെത്തി. ആ ദൈവം എന്ത് ചെയ്തു? വിക്കനായിരുന്ന ഒരുവനെ തെരഞ്ഞെടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, എൻ്റെ ജനത്തിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റി അടിമത്തത്തിൽ നിന്ന് അവരെ ചെങ്കടൽ കടത്തി കാനാൻ ദേശത്ത് നീ എത്തിക്കണം. അങ്ങനെയെങ്കിൽ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ദൈവം നിന്റെ ഭവനത്തിൽ, നിന്റെ ചുറ്റുപാടുകളിൽ നിന്നെ നയിക്കാൻ വേണ്ടി, നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി
ഒരു മോശയെ ഉയർത്തുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ദൈവമായ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നത് ചില വ്യക്തികളിലൂടെ ആയിരിക്കും. ഒരുപക്ഷെ അവരുടെ വാക്കുകളിലൂടെ, അവരുടെ സ്നേഹത്തിലൂടെ കർത്താവ് നമ്മളെ വലിയ കയങ്ങളിൽ നിന്ന് പിടിച്ചുയർത്തും. ഒരു ചേട്ടൻ എന്നോട് പറയുകയായിരുന്നു, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ പല സമയങ്ങളിലായി എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ വഞ്ചിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു നാൾ ഇയാളുടെ അവിശ്വസ്തത ഈ ജീവിത പങ്കാളി കയ്യോടെ പിടികൂടി. ആ ദിവസം ഈ മനുഷ്യൻ ഭാര്യയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ ഇനി ഒരു ദിവസം പോലും മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത വിധം മനസ്സ് വല്ലാതെ തകർന്നുപോയി. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ഒരു ദിവസം രാത്രിയിൽ തൻ്റെ വീടിൻ്റെ മുറിയിൽ നിന്ന് ഇരുട്ടിലേക്ക് സാവധാനത്തിൽ നടന്നു. എവിടെയെങ്കിലും പോയി ജീവിതം അവസാനിപ്പിക്കാമെന്നുള്ള തീരുമാനത്തിൽ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ടു. ഇയാള് വീടിന്റെ ഗേറ്റ് തുറക്കാൻ നേരത്ത് പുറകിൽ നിന്ന ഒരു കൈ ഇയാളുടെ തോളത്ത് പിടിച്ചു. ഇയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഭാര്യയാണ്. ഉടനെ ഭാര്യ ഇയാളോടൊരു മറുപടി പറഞ്ഞു, ചേട്ടാ, കാര്യമാക്കണ്ട, നമുക്ക് ഇനിയും നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് അയാളുടെ വലത് കൈ കൂട്ടിപ്പിടിച്ച് അല്പം ബലത്തിൽ സ്നേഹത്തോടെ പിടിച്ച് അയാളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ തൻ്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരത്തിലേക്കും ദൈവാനുഭവത്തിലേക്കും എന്നെ നയിച്ചത് ഒരു ധ്യാന കേന്ദ്രമല്ല, മറിച്ച് എൻ്റെ ജീവിത പങ്കാളിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തകർന്നുപോയൊരു മനുഷ്യനെ നിരാശപ്പെട്ട് ജീവിതത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് മുങ്ങിപ്പോയൊരു വ്യക്തിയെ പിടിച്ചു കയറ്റിയത് സ്നേഹം നിറഞ്ഞ ഒരു ഭാര്യയുടെ സാന്നിധ്യമാണ്. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ വല്ലാതെ തകർന്നു പോകുന്ന നാളുകളിൽ ഒരുപക്ഷെ സ്നേഹമുള്ള ഒരു വികാരിയച്ഛനിലൂടെ, ഒരു സമർപ്പിതയുടെ പ്രാർത്ഥനയിലൂടെ, നിന്റെ അയൽപ്പക്കക്കാരൻ്റെ ഒരു വാക്കിലൂടെ, കുടുംബത്തിലെ ഒരു വ്യക്തിയുടെ ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്കിലൂടെ ദൈവമായ കർത്താവ് നിന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില വ്യക്തികളിലൂടെ നമ്മളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ജീവിതത്തിലേക്ക് നമ്മളെ പിടിച്ചുയർത്തുകയും ചെയ്യും. ചിലപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തെ പിടിച്ചുയർത്തുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ യൗസേപ്പ് പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും കുടുംബത്തെ പറ്റി വായിക്കുന്നുണ്ടല്ലോ. പരിശുദ്ധ അമ്മ യൗസേപ്പ് പിതാവിനോട് മനസ്സമ്മതം ചൊല്ലിയിരിക്കുന്ന സമയമാണ്. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് മനസ്സമ്മതം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിത പങ്കാളിയെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പാപമായി, കൊടും ചതിയായിട്ട് യഹൂദന്മാർ കണക്കാക്കിയിരുന്നു. അങ്ങനെ ഒരു വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ മോശയുടെ കൽപ്പന പ്രകാരം നാട്ടുകൂട്ടം വിളിച്ചുകൂട്ടി കല്ലെറിഞ്ഞു കൊല്ലുന്ന പതിവ് വരെ അവർക്കിടയിലുണ്ട്. ഒരു ദിവസം യൗസേപ്പ് പിതാവ് അറിയുകയാണ്, തൻ്റെ ജീവിത പങ്കാളിയായി തീരാനുള്ള വധുവായ മറിയം ഇതാ ഗർഭവതിയായിരിക്കുന്നു. മറിയത്തിന് യൗസേപ്പിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ദുഷ്കരമായ കാര്യമാണ്.
കാരണം ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തായാലും പരിശുദ്ധ അമ്മ മനസ്സ് നീറി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു കാണും. യൗസപിതാവിന്റെ മനസ്സിലും വലിയൊരു തീ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്റെ ജീവിത പങ്കാളിയായി തീരാനുള്ള മറിയം ഇവളെ ഉപേക്ഷിക്കണമോ സ്വീകരിക്കണമോ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരാശങ്കയിൽ യൗസേപ്പ് അകപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, യൗസപിതാവിന്റെ മുൻപിൽ രണ്ട് പദ്ധതികളാണ്, രണ്ട് വഴികളാണ് തെളിഞ്ഞു വന്നത്. ഒന്നാമത്തെ വഴി നിയമത്തിന്റെ വഴിയായിരുന്നു. മോശയുടെ കൽപ്പന പ്രകാരം മറിയത്തെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിചാരണ ചെയ്യുക, എന്നിട്ട് മറിയത്തിന്റെ ഉള്ളിലെ കള്ളമാണെങ്കിൽ പുറത്തു കൊണ്ടുവന്ന് അവളെ വിചാരണ ചെയ്ത് കല്ലെറിയുക എന്നുള്ള സാധാരണ നിയമത്തിന്റെ വഴി. ഈ ചിന്തകളോടുകൂടെ യൗസേപ്പ് ഉറങ്ങാൻ വേണ്ടി പോയി. പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് പിതാവിന്റെ മനസ്സിൽ രണ്ടാമത്തെ ഒരു വഴി തെളിഞ്ഞു വന്നു. ആ വഴി എന്തായിരുന്നു അറിയാമോ? അല്പം മനുഷ്യത്വം കാണിച്ചേക്കാം. എങ്ങാനും മറിയം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മറിയത്തെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് ഒട്ടും ശരിയല്ല. അങ്ങനെ നിയമത്തിന്റെ വഴിയും അല്പം മനുഷ്യത്വത്തിന്റെ വഴിയും. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് ചിന്തകളോടുകൂടെ യൗസേപ്പ് ഉറങ്ങാൻ വേണ്ടി പോയി. ആ രാത്രിയിൽ ഉറങ്ങിക്കിടന്ന യൗസേപ്പിന് ദൈവത്തിന്റെ സ്വപ്നമുണ്ടായി. ബൈബിളിൽ സ്വപ്നം എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ പ്രിയപ്പെട്ടവരോട് അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സംസാരിക്കുന്ന ഭാഷ എന്നാണ് അർത്ഥം. പൂർവ്വ യൗസേപ്പിനോട് സ്വപ്നത്തിലൂടെ ദൈവം സംസാരിച്ചില്ലേ? നബൂഖദ്നേസറിന്റെ കാലത്ത് പീഡ അനുഭവിച്ചിരുന്ന ദാനിയേൽ പ്രവാചകനോട് ദൈവം സംസാരിച്ചില്ലേ? അങ്ങനെ സ്വപ്നത്തിലൂടെ ദൈവം തന്റെ പ്രിയപ്പെട്ടവനോട് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, വചനം എങ്ങനെയാണ് പറയുന്നത്? ദൈവത്തിന്റെ മാലാഖ യൗസേപ്പിനോട് പറഞ്ഞു, യൗസേപ്പേ, നീ ശങ്കിക്കണ്ട, നീ ആകുലപ്പെടണ്ട, മറിയത്തെ ഭാര്യയായിട്ട് നീ സ്വീകരിക്കണം. കാരണം അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാണ്. മൂന്നാമത്തെ വഴി യൗസേപ്പിന്റെ മുമ്പിൽ ദൈവം തുറന്നു. പ്രിയപ്പെട്ടവരെ, ഉടനെ വചനം പറയുന്നു, യൗസേപ്പ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, അവൻ കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു, മറിയത്തെ അവൻ ഭാര്യയായി സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കാണുന്ന യൗസേപ്പ് പിതാവിന്റെയും മറിയത്തിന്റെയും കുടുംബം ഒരു തിരുക്കുടുംബമായി തീർന്നതിന്റെ പിന്നിൽ പ്രശ്നത്തിന്റെ നടുവിൽ ദൈവം ഇറങ്ങി വന്നതിന്റെ വലിയൊരു കഥ കൂടി പറയാനുണ്ട്. സംശയത്തിലായിരുന്ന യൗസേപ്പിനെ സംശയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു ദൈവം, മനസ്സ് നീറിക്കൊണ്ടിരുന്ന പരിശുദ്ധ അമ്മയെ ആ വലിയ സങ്കടത്തിൽ നിന്ന് കരകയറ്റുന്ന ദൈവം, തിരുക്കുടുംബത്തെ ദൈവം ഇപ്രകാരം കരകയറ്റുമെങ്കിൽ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബത്തിന്റെ പ്രശ്നങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് നിങ്ങളെ കരകയറ്റും. നമ്മുടെ വലിയ സങ്കടങ്ങൾ ദൈവം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. മനുഷ്യന്റെ സങ്കടങ്ങളുടെ നേരെ കണ്ണടയ്ക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. മനുഷ്യന്റെ പ്രയാസങ്ങളുടെ നേരെ ചെവി പൊത്തുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. മറിച്ച് അവന്റെ പ്രശ്നങ്ങളിലേക്ക് എത്ര പഴക്കമുള്ളതാണെങ്കിലും അവയിലേക്ക് ഇറങ്ങി വന്ന് അവനെ രക്ഷപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കും, ഒരു തളർവാദ രോഗി, അവൻ ബെത്സയിദായുടെ കുളത്തിന്റെ കരയിൽ തളർന്നു കിടക്കുകയാണ്. ബെത്സയിദ കുളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. യഹൂദന്മാരുടെ നാട്ടിലെ ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു ബെത്സയിദ. കാരണം ആ കുളത്തിലെ വെള്ളത്തിന്
അത്ഭുത രോഗശാന്തി നൽകാൻ കഴിവുണ്ടായിരുന്നു. ഇടയ്ക്ക് ദൈവത്തിന്റെ ദൂതൻ വന്ന് വെള്ളത്തിൽ ഇറങ്ങി വെള്ളമിളക്കും. ആദ്യം വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന വ്യക്തിക്ക് സൗഖ്യം കിട്ടുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകായിരം മനുഷ്യര് ഈ കുളത്തിന്റെ കരയിൽ വന്ന് സൗഖ്യത്തിന് വേണ്ടി കണ്ണുറ്റ് അവർ കാതോർത്ത് ഈ കുളത്തിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു. നമുക്കിങ്ങനെ ചിന്തിക്കാം, ബെത്സയിദാ കുളം, ആ കുളത്തിന് ചുറ്റും 5 മണ്ഡപങ്ങൾ. ഈ 5 മണ്ഡപങ്ങളിൽ നിറയെ ആൾക്കാരാണ്. അനേകായിരം പേര് സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. പലരുടെയും ശ്രദ്ധ മുഴുവനും ഈ കുളത്തിലേക്കാണ്. വെള്ളം എപ്പോഴാണ് അനങ്ങുന്നത്, ആ സമയത്ത് ആദ്യം കുളത്തിലേക്ക് ഇറങ്ങണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ അവിടെ വന്നിരിക്കുന്നവരുടെ മുഖഭാവം എങ്ങനെയായിരിക്കും? ആദ്യം ഇറങ്ങുന്ന വ്യക്തി മാത്രമേ സൗഖ്യം പ്രാപിക്കുകയുള്ളൂ. രണ്ടാമത്തെ വ്യക്തി സൗഖ്യം പ്രാപിക്കുകയില്ല. അപ്പൊ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി ഈ വെള്ളം ഇളകുന്നത് നോക്കി ഇവര് ജാഗ്രതയോടെ കാത്തിരിക്കുകയാണ്. 100 കണക്കിന് 1000 രോഗികൾ അവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, പലരുടെയും മുഖഭാവം നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റണം. ചിലര് കുളത്തിന്റെ കരയിൽ കുളത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. വേറെ ചിലര് കുറെ ദിവസങ്ങളായി വന്നിട്ട് അതുകൊണ്ട് കുളത്തിലേക്ക് ചരിഞ്ഞവർ കിടക്കുകയാണ്. വേറെ ചിലര് കുളത്തിൽ വെള്ളമിളകുന്നത് എപ്പോഴാണ് നോക്കി അങ്ങോട്ട് ചാടാൻ വേണ്ടി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സൗഖ്യം പ്രാപിക്കാനായി കാത്തുകിടക്കുന്നവരുടെ ഇടയിൽ 38 വർഷമായി തളർന്നു കിടക്കുന്ന ഒരു രോഗിയുണ്ട്. നമുക്ക് സ്ഥിരമായിട്ടൊരു അസുഖം വന്നാൽ സാവധാനം ആ അസുഖത്തോട് നമ്മൾ മനസ്സുകൊണ്ടൊന്ന് പൊരുത്തപ്പെടും. ഇപ്പൊ സ്ഥിരമായിട്ട് ജലദോഷമുള്ളൊരു വ്യക്തിക്ക് ജലദോഷം സ്ഥിരമായി കഴിയുമ്പോൾ പിന്നെ ആ ജലദോഷത്തോടെ അയാൾ പൊരുത്തപ്പെടും. ഈ മനുഷ്യൻ 38 കൊല്ലമായി ശരീരം മാത്രമല്ല മനസ്സ് തകർന്നും ആ കുളത്തിന്റെ കരയിൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ആ കുളത്തിന്റെ കരയിലേക്ക് കടന്നു വന്നു. ഈശോയ്ക്ക് ന്യായമായിട്ടും എത്ര വയസ്സുണ്ടാകണം? പരസ്യ ജീവിതത്തിന്റെ ഇടയിലാണ് ഈ സംഭവം. ഒന്നുകിൽ 31 വയസ്സ്, അല്ലെങ്കിൽ 32, 33, 30 ആയിരിക്കില്ല, 34 ആയിരിക്കില്ല. നമുക്ക് 32 വയസ്സ് നൽകാം. 32 വയസ്സുള്ള യേശു 38 കൊല്ലമായി തളർന്നു കിടക്കുന്നവനെ അന്വേഷിച്ച് ആ കുളത്തിന്റെ കരയിലേക്ക് എത്തി. പ്രിയപ്പെട്ടവരെ, മനസ്സ് തകർന്ന് ശരീരം തകർന്ന് ജീവിതത്തിൽ എല്ലാ തരത്തിലും മനസ്സ് വിങ്ങിപ്പൊട്ടി തകർന്നു പോയൊരു മനുഷ്യന്റെ അടുത്തേക്ക് 32 വയസ്സുള്ള യേശു 38 വർഷമായി തളർന്നു കിടക്കുന്നവനെ അന്വേഷിച്ചിറങ്ങി. അതിന്റെ അർത്ഥം എന്തായിരിക്കും? ജീവിതത്തിൽ എത്ര പഴക്കമേറിയതാണ് നിന്റെ തകർച്ചയെങ്കിലും ആ തകർച്ചയിലേക്ക് കടന്നു വന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുന്നവനാണ് കർത്താവായ യേശു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ആയിരക്കണക്ക് മനുഷ്യരുടെ ഇടയിൽ തളർന്നു കിടക്കുന്ന ഈ വ്യക്തിയെ അന്വേഷിച്ചാണ് കർത്താവായ യേശു ആ കുളത്തിന്റെ കരയിലേക്ക് വന്നത്. അങ്ങനെയെങ്കിൽ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഞാൻ ഒറ്റപ്പെട്ടോ? എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലേ? എനിക്ക് സൗഖ്യം കിട്ടുമോ എന്നൊക്കെയുള്ള നെടുവീർപ്പുകളുമായി ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഓരോരുത്തരോടും ഈ വചന ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളോട് കർത്താവ് എന്താ പറയുന്നത്? എത്ര ദൂരെയാണ് നീയെങ്കിലും, എത്രമാത്രം തകർന്നവനാണ് നീയെങ്കിലും, എത്രമാത്രം തകർന്നവളാണ് നീയെങ്കിലും, നിന്നെ തന്നെ നോക്കിക്കൊണ്ട് നിന്നെ സുഖപ്പെടുത്തുന്ന ഒരു ദൈവം നിന്റെ കൂടെ നിന്നെ അന്വേഷിച്ചു വരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ
നമ്മുടെ സഹനങ്ങളുടെ നേരത്ത് ആ സഹനങ്ങളിൽ നമ്മോടൊപ്പം നടക്കുന്നവനാണ് നമ്മുടെ ദൈവം. ലൂക്കാസ് സുവിശേഷം 24 അധ്യായത്തിൽ നമ്മൾ എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ പറ്റി വായിക്കുന്നുണ്ട്. ഈശോയുടെ മരണത്തിന് ശേഷം മനസ്സ് തകർന്ന് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോകുന്ന 2 ശിഷ്യന്മാർ. അതിൽ ഒരാൾക്ക് പേരുണ്ട്, ഒരാൾക്ക് പേരില്ല. പേരില്ലാത്തയാൾ മിക്കവാറും നമ്മളിൽ ആരെങ്കിലും ഒരാളായിരിക്കും. ആരുമാകാം. യേശു കുരിശിൽ തറയ്ക്കപ്പെട്ട ജെറുസലേമിൽ നിന്ന് എമ്മാവൂസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ജെറുസലം? ജെറുസലം കിഴക്കാണ്. എന്താണ് കിഴക്കിന്റെ പ്രത്യേകത? സൂര്യൻ ഉദിക്കുന്ന സ്ഥലമാണ് കിഴക്ക്. ഓരോ ദിവസത്തെക്കുറിച്ചും നമ്മൾ പ്രതീക്ഷയോടെ കാണുന്നത് സൂര്യൻ ഉദിക്കുന്ന കിഴക്കിലേക്ക് നോക്കിക്കൊണ്ടാണ്. ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ വിടർന്നു വരുന്നത് കിഴക്ക് വെള്ളകീറി സൂര്യൻ ഉദിച്ചു വരുമ്പോഴാണ്. അങ്ങനെ സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്ത് നിന്ന് അവര് എമ്മാവൂസിലേക്ക് നടക്കാൻ വേണ്ടി തുടങ്ങി. എന്താണ് എമ്മാവൂസ്? എമ്മാവൂസ് വടക്ക് പടിഞ്ഞാറ് ഉള്ള ഒരു ഗ്രാമമാണ്. സൂര്യൻ അസ്തമിക്കുന്ന ഇടമാണ് വടക്കു പടിഞ്ഞാറ്. പ്രിയപ്പെട്ടവരെ, സൂര്യൻ ഉദിക്കുന്ന കിഴക്ക് നിന്ന് സൂര്യൻ അസ്തമിക്കുന്ന ദിക്കിലേക്ക് അവര് നടന്നു. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ പ്രതീക്ഷകൾ മുഴുവനും തകർന്നുപോയി. ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ മുഴുവനും ഒരു ചീട്ടുകൊട്ടാരം പോലെ ഉടഞ്ഞു വീണു. അവര് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് നടന്നു, ഉദയത്തിൽ നിന്ന് അസ്തമയത്തിലേക്ക് നടന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിതത്തിൽ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് അവര് നടന്നു പോവുകയാണ്. പോകുന്ന വഴിയിൽ അവരുടെ മുഖത്തിന്റെ ഭാവം എന്താണെന്ന് വിശുദ്ധ ലൂക്കാ പറയും. എന്താണ് ആ ഭാവം? മുഖം സങ്കടത്താൽ നിറഞ്ഞിരുന്നു, കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു. ചില സമയങ്ങളിൽ വലിയ സങ്കടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കണ്ണ് കാണില്ല. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമുക്കറിയില്ല. ദിശ തെറ്റിപ്പോകും. ജീവിതത്തിന്റെ ദർശനങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായി പോകും. എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെടും. പ്രിയപ്പെട്ടവരെ, ആ അവസ്ഥയിൽ നമ്മുടെ കൂടെ നടക്കുന്നൊരു ദൈവമുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈശോ അവരുടെ ഒപ്പം നടക്കാൻ വേണ്ടി തുടങ്ങി. സങ്കടപ്പെടുന്നവരുടെ കൂടെ നടക്കുന്നൊരു ദൈവം. പലപ്പോഴും നമ്മൾ എന്താണ് കരുതുന്നത്? ജീവിതത്തിന്റെ സന്തോഷങ്ങളിൽ മാത്രമാണ് ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ളതാണ്. പക്ഷേ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ജീവിതത്തിന്റെ വലിയ സങ്കടങ്ങളിൽ, ജീവിതത്തിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ നമ്മൾ പകച്ചു നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. നമ്മൾ അവനെ കാണുന്നില്ലെങ്കിലും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഇങ്ങനെയാണ്. അമ്മ ത്രേസ്യയും ഈശോയും പ്രാർത്ഥനയിൽ ഒന്നിച്ചിരുന്ന അനുഭവം ഉണ്ടായിരുന്നു. അമ്മ ത്രേസ്യയ്ക്ക് ഈശോയെ കാണാൻ പറ്റുമായിരുന്നു. ഈശോയോട് തമാശകൾ പറയാനും, ഈശോയോട് പരിഭവം പറയാനും, ഈശോയെ സ്നേഹിക്കാനും പറ്റുന്ന വലിയൊരു ആത്മീയ ഉന്നതിയിൽ അമ്മ ത്രേസ്യ എത്തിയിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ നാളുകളിൽ അമ്മ ത്രേസ്യയ്ക്ക് ഒരു പൈശാചികമായ പീഡയുണ്ടായി. പിശാച് വന്ന് അമ്മ ത്രേസ്യയെ വല്ലാതെ ഭയപ്പെടുത്തുകയും അസ്വസ്ഥപ്പെടുത്തുകയും പൈശാചികമായ പീഡയിലേക്ക് പ്രലോഭിക്കുകയും ചെയ്തു. അമ്മ ത്രേസ്യ സങ്കടപ്പെട്ടു. എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ വല്ലാതെ അവൾ ആകുലപ്പെടുകയും ജീവിതത്തിൽ ചഞ്ചല ചിത്തയാവുകയും ചെയ്തു. പരീക്ഷയെല്ലാം കഴിഞ്ഞ് പിശാച് പോയി.
അത് കഴിഞ്ഞപ്പോൾ ഈശോ വീണ്ടും അമ്മ ത്രേസ്യയുടെ മുന്നിലേക്ക് വന്നു. അമ്മ ത്രേസ്യയുടെ മുമ്പിലേക്ക് വന്ന് ഈശോ പറഞ്ഞു, ത്രേസ്യ, നിനക്ക് സുഖമല്ലേ? ഉടനെ അമ്മ ത്രേസ്യയുടെ മുഖം വാടി. പരിഭവത്തോടെ അമ്മ ത്രേസ്യ ഈശോയോട് പറഞ്ഞു, ഇത്രയും നേരം പൈശാചികമായ പീഡകളാൽ ഞാൻ വലയം ചെയ്യപ്പെട്ടപ്പോൾ അങ്ങ് അവിടെ പോയിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈശോയുമായിട്ട് അമ്മ ത്രേസ്യ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ത്രേസ്യയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈശോ അവളോട് പറഞ്ഞു, പിശാച് നിന്നെ പരീക്ഷിച്ചു കൊണ്ടിരുന്ന സമയം നീ വീണു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പുറകിൽ നിന്നുകൊണ്ട് നിന്നെ എൻ്റെ കൈകളിൽ എടുത്തു പിടിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ മുമ്പിൽ നിൽക്കുന്ന ദൈവം പിന്നിലേക്ക് മാറും. ദൈവം എവിടെ പോയി എന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടുമ്പോൾ തിരിച്ചറിയേണ്ട കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ മുമ്പിൽ നിൽക്കുന്ന ദൈവം നമ്മുടെ മുൻപിലില്ലാതെ വരുന്ന സമയത്ത് അവൻ നമ്മളെ വിട്ടുപോയിട്ടില്ല, മറിച്ച് അവൻ നമ്മുടെ പിന്നിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മൾ ജീവിതത്തിൽ വീണുപോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ മുറിവേറ്റ കൈകളിൽ നമ്മളെ എടുത്തു പിടിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ട് തിരിച്ചെത്തിയ വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ ജീവിതത്തിൻ്റെ കഥ പറയുന്ന കുംഭസാരം എന്ന് പറയുന്ന ഏറ്റുപറച്ചിൽ എന്നും കൂടെ പേരുള്ള തൻ്റെ ആത്മകഥയിൽ ഇങ്ങനെ ഒരു വാചകം എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഞാൻ ജീവിതത്തിൽ നെടുവീർപ്പെട്ടു, എൻ്റെ കർത്താവ് എൻ്റെ നെടുവീർപ്പിൻ്റെ ശബ്ദം കേട്ടു. ഞാൻ ജീവിതത്തിൽ വേച്ചുപോയി, ഞാൻ വീഴാതിരിക്കാൻ വേണ്ടി അവൻ എന്നെ പിടിച്ചുയർത്തി. ഞാൻ വഴിതെറ്റിപ്പോയി, പക്ഷേ അവിടുന്ന് എന്നെ അവഗണിച്ചില്ല, മറിച്ച് എന്നെ വീണ്ടെടുത്തു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അഗസ്റ്റിന്റെ വാചകം ഒരിക്കൽ കൂടെ നമുക്ക് ധ്യാനിക്കാൻ വേണ്ടി പറ്റണം. ജീവിതത്തിൽ ഞാൻ നെടുവീർപ്പെട്ടു, എന്റെ നെടുവീർപ്പിന്റെ ശബ്ദം എന്റെ കർത്താവ് കേട്ടു. എന്റെ ജീവിതത്തിൽ ഞാൻ വേച്ചുപോയി, ഞാൻ വീണു പോകാതിരിക്കാൻ വേണ്ടി അവൻ എന്നെ പിടിച്ചുയർത്തി. എനിക്ക് വഴിതെറ്റിപ്പോയി, അവിടുന്ന് എന്നെ പരിത്യജിച്ചില്ല, അവഗണിച്ചില്ല, അവിടുന്ന് എന്നെ വീണ്ടെടുത്തു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ, സക്രാരിക്ക് മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്ന ഓരോ കുഞ്ഞു നെടുവീർപ്പും, നമ്മുടെ ഓരോ സങ്കടങ്ങളും, കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ഓരോ തുള്ളി കണ്ണുനീരും ചെന്ന് വീഴുന്നത് കർത്താവിൻ്റെ നെഞ്ചിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഹനങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം, ഏതൊരു യേശു വിശ്വാസിക്കും ആത്മധൈര്യം കൊടുക്കുന്നൊരു കാര്യമുണ്ട്: നിന്റെ സഹനങ്ങളിൽ നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ സഹിക്കാൻ യേശുവുണ്ട്. നിന്റെ സഹനങ്ങളിൽ നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ സഹിക്കാൻ വേണ്ടി നിന്റെ യേശു നിന്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയ ഒരു വചനമുണ്ട്. ആ വചനം യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ നാം ആ വചനം വായിക്കും. 35-ാമത്തേതാണ് വചനം. കർത്താവായ യേശു ക്രിസ്തു തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലാസർ മരണപ്പെട്ട വിവരം അറിഞ്ഞു. ഈശോയ്ക്ക് കബറടക്കിന് എത്താൻ പറ്റിയില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് കർത്താവ് മർത്തായുടെയും മറിയത്തിന്റെയും വീട്ടിലെത്തി. കരഞ്ഞുകൊണ്ടിരിക്കുന്ന മർത്തായും മറിയവും അവർ ഈശോയുടെ അടുത്ത് പരാതിപ്പെട്ടു: യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പോൾ യേശു അവിടെ ഇല്ലാത്തതാണ്
തങ്ങളുടെ സഹോദരൻ മരിക്കാനുള്ള കാരണമെന്ന് അവർ വ്യക്തമായി ഈശോയോട് പറയുകയാണ്. അത്രമാത്രം വലിയൊരു സങ്കടം അവരുടെ മനസ്സിൽ തളം കെട്ടിയിരുന്നു. ഈശോ മർത്തായെയും മറിയത്തെയും ആശ്വസിപ്പിച്ചിട്ട് ലാസറിനെ അടക്കിയിരിക്കുന്ന മണ്ണിലേക്ക് നടന്നു. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, ലാസറിന്റെ കബറിടത്തിൽ ഈശോ എത്തി. ആ കബറിലേക്ക് നോക്കിയവൻ, അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങി. ബൈബിളിലെ ഏറ്റവും മനോഹരമായൊരു വചനം യോഹന്നാന്റെ സുവിശേഷം 11:35. യേശു കണ്ണുനീർ പൊഴിച്ചു. പ്രിയപ്പെട്ടവരെ, കരയുന്നവരുടെ കൂടെ കരയുന്നൊരു ദൈവമാണ് കർത്താവായ യേശു. മനുഷ്യന്റെ സങ്കടങ്ങളിൽ അവന്റെ കൂടെ ഇരുന്ന് അവനെ ആശ്വസിപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തി അവന്റെ കൂടെ സഹിക്കുന്നവനും കരയുന്നവനുമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഈ രാത്രി ജാഗരണ പ്രാർത്ഥനയിൽ വലിയൊരു ബോധ്യത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ ആരും ഒറ്റയ്ക്കല്ല സഹിക്കുന്നത്. നമ്മുടെ കൂടെ ഇന്നും യേശു സഹിച്ചുകൊണ്ടിരിക്കുന്നു. നീ ഇപ്പോൾ ഒരു ക്യാൻസർ രോഗിയാകുമ്പോൾ, നീ വലിയൊരു രോഗത്തിൽ അകപ്പെടുമ്പോൾ, നിന്റെ ജീവിതം തകർന്നു പോകുമ്പോൾ നീ ഒറ്റയ്ക്കല്ല തകരുന്നത്. നിന്റെ കൂടെ തകർക്കപ്പെട്ട കർത്താവുണ്ട്. നീ രോഗിയായി തീരുമ്പോൾ നീ ഒറ്റയ്ക്കല്ല ശരീരത്തിൽ സഹിക്കുന്നത്. നിന്നോടൊപ്പം സഹിക്കുന്ന ഒരു യേശുവുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വലിയൊരു ബോധ്യത്തിലേക്കും ഉൾക്കാഴ്ചയിലേക്കും വളരാൻ വേണ്ടി നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയൊരു മനോധൈര്യത്തിലേക്ക് എത്തിച്ചേരും. എന്താണെന്നറിയാമോ ആ ധൈര്യം? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ വചനങ്ങൾ നമ്മളെ ധൈര്യപ്പെടുത്തട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ തീയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല. നീ സമുദ്രത്തിലൂടെ നടന്നാൽ അത് നിന്നെ മുക്കിക്കളയുകയില്ല. കാരണം കർത്താവിന്റെ കൈകളിൽ നീ എപ്പോഴും സുരക്ഷിതനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ആ വലിയൊരു ബോധ്യത്തിലേക്ക് വളർന്ന് എൻ്റെ കർത്താവ് എൻ്റെ സന്തോഷത്തിൽ മാത്രമല്ല എൻ്റെ സഹനത്തിലും എൻ്റെ കൂടെയുണ്ടെന്നുള്ള ആ വലിയൊരു ബോധ്യം സമ്പാദിക്കാൻ നമുക്ക് സാധിച്ചാൽ ജീവിതത്തിൽ നമുക്കൊരു ആത്മശക്തി പ്രാപിക്കാൻ വേണ്ടി പറ്റും. ജീവിതത്തിൻ്റെ ഒരു സഹനത്തിന്റെ മുമ്പിലും നമ്മൾ പരാജയപ്പെടില്ല. കാരണം നിന്റെ ഉള്ളിൽ വസിക്കുന്നവൻ മറ്റേത് ശക്തിയേക്കാളും വലിയവനാണ്. 1 യോഹന്നാൻ 4:4 നമ്മൾ വായിക്കുന്നു, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ കൂടെ വസിക്കുന്ന കർത്താവ് ലോകത്തിലുള്ള ഏത് രോഗത്തെക്കാളും കടബാധ്യതയെക്കാളും ജീവിത ക്ലേശങ്ങളെക്കാളും വലിയവനും മതിയായവനും സർവശക്തനുമാണ്.